ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് നാം വീണ്ടും ദൈവവചനത്തിൻ്റെ മുമ്പിൽ ചിന്തിച്ച വിഷയവുമായിട്ട് വീണ്ടും ഇന്ന് നമുക്ക് കൂടി വരാം. കർത്താവായ യേശുക്രിസ്തു ലോകത്തിലായിരുന്നപ്പോൾ താൻ ആരാണ് എന്ന് ലോകത്തോട് പറഞ്ഞ 7 അവകാശ പ്രഖ്യാപനങ്ങൾ നമുക്ക് തിരുവെഴുത്തിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അവയെക്കുറിച്ചാണ് കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കർത്താവായ യേശുക്രിസ്തു 6ാമതായിട്ട് പറഞ്ഞ അവകാശ പ്രഖ്യാപനത്തെക്കുറിച്ച് ചിന്തിപ്പാനായിട്ടാണ് നാം ആഗ്രഹിക്കുന്നത്. കൂടി വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹാവന്ദനങ്ങൾ അറിയിക്കുന്നു. കർത്താവ് പറഞ്ഞത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. യോഹന്നാൻ 14:6. കർത്താവ് ഇത് പറയുന്നത് പെസഹ ദിവസം ആണ്. ആബീബ് മാസം 14-ാം തീയതി ആരംഭിക്കുന്ന സന്ധ്യാസമയത്ത് ആരംഭിക്കുന്ന ആ പെസഹ, അന്ന് കർത്താവ് ശിഷ്യന്മാരുമായി മാളികമുറിയിൽ പെസഹ അത്താഴം കഴിച്ചു. ഇതിന് തിരുവത്താഴം എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ഇതിനെ ലാസ്റ്റ് സപ്പർ എന്ന് വിളിക്കുന്നു. അതായത് പഴയ നിയമകാലത്ത് മിശ്രയീമിൽ നിന്നും ഇസ്രായേൽ ജനത്തെ പെസഹ കുഞ്ഞാടിൻ്റെ ചോരയാൽ വീണ്ടെടുത്ത് കൊണ്ടുവന്നതിന് ശേഷം എല്ലാ വർഷവും അവർ ഈ പെസഹ ആചരിച്ചു വന്നിരുന്നു. പെസഹ അത്താഴം അവർ കഴിച്ചു വന്നിരുന്നു. എന്നാൽ യഥാർത്ഥ പെസഹ കുഞ്ഞാട് കർത്താവായ യേശുക്രിസ്തു, അവൻ മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനും വീണ്ടെടുപ്പിനുമായി ക്രൂശിൽ മരിക്കുവാൻ പോകുന്ന ആ ദിവസം ആരംഭത്തിൽ ആബീബ് മാസം 14-ാം തീയതി സന്ധ്യാസമയത്ത്, അന്ന് ശിഷ്യന്മാരുമായിട്ട് മാളികമുറിയിൽ കൂടി വന്ന ആ പെസഹ അത്താഴം, അതിനെ ലാസ്റ്റ് സപ്പർ, ഒടുവിലത്തെ അത്താഴം എന്നാണ് വിളിക്കുന്നത്. തിരുവത്താഴം എന്ന് നമ്മൾ പറയാറുണ്ട്. ഇനിയും ഇതിനു ശേഷം വേറെ ഒരു പെസഹ അത്താഴം ഇല്ല. ആരും ആ പെസഹ അത്താഴം കഴിക്കേണ്ട ആവശ്യവുമില്ല. പെസഹ ഇവിടെ പൊരുളായ ക്രിസ്തു, ദൈവകുഞ്ഞാട്, അവൻ ക്രൂശിക്കപ്പെട്ടതോടുകൂടി പെസഹായുടെ ഓർമ്മ ഇനി ആ നിലയിൽ അത്താഴത്തോടുകൂടി അല്ല. പിന്നെയോ കർത്താവ് തന്നെ ഓർക്കേണ്ടതിനായിട്ട് ശിഷ്യന്മാർക്ക് ഏൽപ്പിച്ചു കൊടുത്ത കർത്തൃമേശയാണ് നാം പിന്നെ ആചരിക്കുന്നത്. ആ പെസഹ അത്താഴത്തിന് ശേഷം, ലാസ്റ്റ് സപ്പറിന് ശേഷം, കർത്താവ് കർത്തൃമേശ സ്ഥാപിച്ചു. എന്നിട്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ കൂടി വരുമ്പോൾ ഒക്കെയും, നിങ്ങൾ പതിവായി കൂടി വരുമ്പോഴൊക്കെയും ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് ശിഷ്യന്മാരോട് കൽപ്പിച്ചു. അപ്പോസ്തലന്മാർ അത് പുതിയ നിയമ സഭയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അത് ഇന്നും ചെയ്തു വരുന്നു. മാളികമുറിയിൽ വെച്ച് കർത്തൃമേശ സ്ഥാപിക്കുന്നതിന് മുമ്പായി പെസഹ അത്താഴം കഴിച്ചു. അതിൽ ഒറ്റിക്കൊടുത്ത യൂദായും ഉൾപ്പെട്ടിരുന്നു. കർത്താവ് പെസഹ അപ്പത്തിൻ്റെ കഷണം ചാറ്റിൽ മുക്കി
യൂദായ്ക്ക് കൊടുത്തു. കണ്ണം വാങ്ങിയ ഉടൻ സാത്താൻ അവനിൽ കടന്നു. യേശു അവനോട്, നീ ചെയ്യുന്നത് വേഗത്തിൽ ചെയ്യുക എന്ന് പറഞ്ഞു. കണ്ണം വാങ്ങിയ ഉടൻ അവൻ എഴുന്നേറ്റ് പോയി. അപ്പോൾ രാത്രി ആയിരുന്നു. യോഹന്നാൻ 13:30. യൂദാ പോയ ശേഷം, പെസഹ അത്താഴം കഴിഞ്ഞ ശേഷമാണ് കർത്താവ് കർത്തൃമേശ സ്ഥാപിക്കുന്നത്. അതിനുശേഷം ഏറെ നേരം കർത്താവ് ശിഷ്യന്മാരുമായി അതേ മാളിക മുറിയിൽ തന്നെ ഇരുന്ന് സംസാരിച്ചിരുന്നു. യോഹന്നാൻ 13:31 മുതൽ 14:31 വരെ മാളിക മുറിയിൽ ഇരുന്ന കർത്താവ് ശിഷ്യന്മാരോട് സംസാരിക്കുന്ന കാര്യങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 14-ാം അധ്യായത്തിൻ്റെ ഒടുവിൽ, എഴുന്നേൽക്ക, നാം പോക എന്ന് കർത്താവ് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് പെസഹ അത്താഴം കഴിഞ്ഞ ശേഷം യഹൂദന്മാർ സാധാരണ ചെയ്യുന്നത് പോലെ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന പതിവ്, അത് കർത്താവും ശിഷ്യന്മാരും മാളികമുറിയിൽ നിന്ന് ഇറങ്ങി ദേവാലയത്തിലേക്ക് വന്ന് അവിടെ ഒരു സ്ഥലത്ത് ഇരുന്നു. അവിടെ ഇരുന്നു കൊണ്ട് പറയുന്ന കാര്യങ്ങളാണ് 15, 16, 17 അധ്യായങ്ങളിൽ കാണുന്നത്. അതിനിടെ 17-ാം അധ്യായത്തിൻ്റെ ഒടുവ് വരുമ്പോൾ 18-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം അവിടെ നാം വായിക്കുന്നത്, ഇത് പറഞ്ഞിട്ട് യേശു ശിഷ്യന്മാരുമായി കെദ്രോൻ തോട്ടിന് അക്കരയ്ക്ക് പോയി. അവിടെ ഒരു തോട്ടം അഥവാ ഗത്സമന തോട്ടം ഉണ്ടായിരുന്നു. അതിൽ അവനും ശിഷ്യന്മാരും കടന്നു. യോഹന്നാൻ 18:1. ഇതാണ് സംഭവങ്ങളുടെ ക്രമം. അപ്പോൾ അതിനു മുമ്പ് പെസഹ അത്താഴവും കർത്തൃമേശയുടെ സ്ഥാപനവും കഴിഞ്ഞ് കർത്താവ് ശിഷ്യന്മാരുമായി മാളിമുറിയിൽ വെച്ച് സംസാരിക്കുമ്പോൾ അവരോട് പറഞ്ഞത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. കാരണം കർത്താവരെ വിട്ട് പിരിയുവാൻ പോകുകയാണ്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിക്കുവീൻ, എന്നിലും വിശ്വസിക്കുവിൻ. പിതാവും പുത്രനും നമ്മളുടെ ഹൃദയത്തെ ആശ്വസിപ്പിക്കുന്നു. 2 തെസ്സലോനി 2:16-17 വാക്യങ്ങളിൽ ആ കാര്യം കാണാം. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്നത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലും തോന്നിയിട്ടില്ല. 1 കൊരിന്ത്യർ 2:9 വായിക്കുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും അത് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. യോഹന്നാൻ 14:1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ അവ കാണാം. യെശയ്യാവിൽ നാം വായിക്കുന്നത്, നീയല്ലാതെ ഒരു ദൈവം തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് പണ്ട് മുതൽ ആരും കണ്ടിട്ടില്ല, ഗ്രഹിച്ചിട്ടില്ല, കണ്ണുകൊണ്ട് കണ്ടിട്ടും ഇല്ല. യെശയ്യാവ് 64:4. ഇവിടെ ഞാൻ പോകുന്ന ഇടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു എന്ന് യോഹന്നാൻ 14:4 കർത്താവ് പറയുകയാണ്. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു, ആ വഴി നിങ്ങൾ അറിയുന്നു. എങ്ങോട്ടാണ് ഞാൻ പോകുന്നത്? ഞാൻ ഒരുക്കുവാൻ പോകുന്നത് എന്താണെന്ന് പ്രവാചകന്മാർ പറഞ്ഞിട്ടുണ്ട്. അതാരും കണ്ടിട്ടില്ല, ആരുടെ കണ്ണും കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരുത്തൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. അങ്ങനെയുള്ളത് ഞാൻ നിങ്ങൾക്കായി ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോകുന്ന വഴി നിങ്ങൾ അറിയുന്നു. ഞാൻ എവിടോട്ടാണ് പോകുന്നതെന്ന്. കാരണം ഞാൻ എവിടെ നിന്നാ വന്നത് എന്ന് നിങ്ങൾക്കറിയാം. അവിടേക്ക് ഞാൻ പോകുന്നു. ഇത് കേട്ടിട്ട് തോമസ് പറയുകയാണ്, കർത്താവേ,
നീ എവിടെ പോകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ വഴി എങ്ങനെ അറിയും? യോഹന്നാൻ 14:5. അതിന് ഉത്തരമായിട്ട് കർത്താവ് പറയുന്നത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. കർത്താവ് പറഞ്ഞത്, ഞാൻ പിതാവിൻ്റെ അടുക്കലേക്ക് പോകുന്നു, അതായത് സ്വർഗത്തിലേക്ക് പോകുന്നു. അവിടെ ആർക്കെങ്കിലും എത്തണമെങ്കിൽ അതിനുള്ള വഴി ഞാൻ തന്നെയാണ്. ഇതാണ് കർത്താവ് പറഞ്ഞത്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് എന്ന് പറയുന്ന കർത്താവിനറിയാം എന്താണ് ഈ ഹൃദയത്തിൻ്റെ കലക്കം, വേദന എന്ന്. ഉള്ളം കലങ്ങുന്നത് എന്ത് എന്ന് കർത്താവിന് നല്ലപോലെ അറിയാം. തന്നെ ഒറ്റിക്കൊടുത്ത യൂദായെക്കുറിച്ച് പറയുമ്പോൾ കർത്താവ് അവൻ്റെ ഉള്ളം കലങ്ങി എന്നാണ് എഴുതിയിരിക്കുന്നത്. യോഹന്നാൻ 13:21. ഹൃദയം കലങ്ങുന്നത് എങ്ങനെയെന്നറിയാവുന്ന കർത്താവ് പറയുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഹൃദയം കലങ്ങാതെ ഇരിക്കണമെങ്കിൽ ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. ബിലീവ് ഇൻ ഗോഡ്, ബിലീവ് ഇൻ മീ. അതായത് ദൈവത്തിൽ വിശ്വസിക്കുന്നത് പോലെ എന്നിലും വിശ്വസിക്കുവിൻ. ഇവിടെ യേശുക്രിസ്തു ദൈവമാകുന്നു എന്ന് വ്യക്തമാക്കുകയാണ്. നമുക്ക് ആശ്വാസം തരുന്നത് പിതാവും പുത്രനും ചേർന്നാണ്. നാം വായിക്കുന്നത്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു താനും നമ്മെ സ്നേഹിച്ച് നിത്യാശ്വാസവും നല്ല പ്രത്യാശയും കൃപയാൽ നൽകിയിരിക്കുന്ന നമ്മുടെ പിതാവായ ദൈവവും. അപ്പോൾ നമുക്ക് നിത്യാശ്വാസവും നല്ല പ്രത്യാശയും കൃപയാലെ തരുന്നത് ആരാണ്? ആശ്വാസം തരുന്നത് യേശുക്രിസ്തുവും പിതാവായ ദൈവവുമാണ്. അങ്ങനെ നിങ്ങൾക്ക് യേശുക്രിസ്തുവും പിതാവായ ദൈവവും നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിച്ച് എല്ലാ നല്ല പ്രവൃത്തിയിലും വാക്കിലും സ്ഥിരപ്പെടുത്തുമാറാകട്ടെ. 2 തെസ്സലോനി 2:16-17 വാക്യങ്ങൾ. വിശ്വാസമെന്ന വാക്ക് അത് ഒറ്റയ്ക്ക് നിലനിൽക്കുന്നതല്ല. അതിനോട് കൂടെ ഒരു ഉപസർഗം അല്ലെങ്കിൽ ദ്യോതകം, അതിന് ഇംഗ്ലീഷിൽ പ്രിപ്പോസിഷൻ എന്ന് പറയുന്നു. അപ്പോൾ ആ പ്രിപ്പോസിഷൻ അഥവാ ബിലീവ് എന്ന വാക്കിനോട് കൂടെ നിൽക്കുന്ന ഇൻറ്റു എന്ന പ്രിപ്പോസിഷൻ നാം കാണുന്നു. വിശ്വാസം എന്ന വാക്ക് തനിയെ നിൽക്കുന്നില്ല. വിശ്വാസത്തോടു കൂടി ചേർന്ന് ഒരു ഉപസർഗം വേണം. വിശ്വാസം ആരോട്, വിശ്വാസം ഏത് കാര്യത്തിൽ, വിശ്വാസം ആരിൽ എന്നതിനെ ആശ്രയിച്ചാണ്, അനുസരിച്ചാണ് വിശ്വാസത്തിന് വിലയുള്ളത്. അവിടെയാണ് രക്ഷിക്കുന്ന വിശ്വാസം ഉള്ളത്. കർത്താവ് നമ്മെ സ്നേഹിച്ചത് തന്നോടുകൂടെ ഇരുത്താനാണ്. യോഹന്നാൻ 13:14 വാക്യത്തിൽ അത് കാണാം. പിതാവിനോടുള്ള പ്രാർത്ഥനയിലും കർത്താവ് ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. പിതാവേ, നീ ലോകസ്ഥാപനത്തിനു മുമ്പേ എന്നെ സ്നേഹിച്ചിരിക്കൊണ്ട് എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാനിരിക്കുന്ന ഇടത്ത് അവരും എന്നോടുകൂടെ ഇരിക്കണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. യോഹന്നാൻ 17:24. അവനോടുകൂടെ ഇരിക്കണമെങ്കിൽ അവൻ്റെ മഹത്വം നാം പ്രാപിക്കണം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിക്കുവാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. 2 തെസ്സലോനി 2:14.
അത്ഭുതമാണിത്. വൃഥാവാണോ കർത്താവ് ഈ കാര്യം പറഞ്ഞത്? നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുതെന്ന്. യേശുക്രിസ്തുവിൻ്റെ മഹത്വം നാമും പ്രാപിക്കുവാൻ പോകുകയാണ്. അവനിരിക്കുന്ന ഇടത്ത് നമ്മെയും ഇരുത്തുവാൻ പോകുകയാണ്. ഈ ലോകത്തിൽ നിന്ന് നമ്മെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും എന്ന് ആദ്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇവിടെയാണ്. പഴയ നിയമ ഭക്തന്മാർക്ക് ഈ പ്രത്യാശയില്ലായിരുന്നു. ഞാൻ നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുമെന്ന് ദൈവം അബ്രഹാമിനോട് പറഞ്ഞിട്ടില്ല. ഈ ഭൂമിയെ സ്വർഗമാക്കി, സ്വർഗരാജ്യമാക്കി അതിനെ ശാശ്വതാവകാശമായി നൽകുമെന്നാണ് പറഞ്ഞത്. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതുമെല്ലാം പിന്നെയും ക്രിസ്തുയേശുവിൽ ഒന്നായി ചേർക്കുക എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥ സ്ഥാപിക്കും. നിന്റെ രാജ്യം വരയണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചത് കർത്താവാണ്. എന്നാൽ പുതിയ നിയമവിശ്വാസികൾക്കായി ഒരുക്കുന്ന സ്ഥലം അത് ഈ ഭൂമിയിലല്ല, അത് സ്വർഗത്തിലാണ്. കർത്താവ് തനിക്ക് വേണ്ടി കാത്തിരുന്നവർക്ക് വേണ്ടി ഒരുക്കുന്നത് എങ്ങനെയുള്ളതാണെന്ന് യെശയ്യാപ്രവചനത്തിലൂടെ അറിയിച്ചിട്ടുണ്ട്. അവിടെ വായിക്കുന്നത്, നീയല്ലാതെ ഒരു ദൈവം തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് പണ്ട് മുതൽ ആരും കേട്ടിട്ടില്ല, ഗ്രഹിച്ചിട്ടില്ല, കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. യെശയ്യാവ് 64:4 ഈ കാര്യമാണ് പൗലോസ് എടുത്തു പറഞ്ഞിരിക്കുന്നത്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് കൊരിന്ത്യർ 2:9. ഇത് കർത്താവ് തനിക്കായി പരിശുദ്ധാത്മാവിനാൽ ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സഭ. ഇന്ന് സഭയെ ഒരുക്കപ്പെടുന്ന ഒന്നായിട്ടാണ് നാം കാണുന്നത്. ഒരുക്കപ്പെടുന്ന ഒരു ജനത്തിനു വേണ്ടി ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സഭ, ഒരു 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 സ്ഥലം. അപ്പോൾ ഒരുക്കപ്പെടുന്ന ഒരു കൂട്ടം ആളുകൾക്ക് വേണ്ടി ഒരുക്കപ്പെടുന്ന ഒരു സ്ഥലത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതായത് എ പ്രിപ്പയർഡ് പ്ലേസ് ഫോർ എ പ്രിപ്പയർഡ് പീപ്പിൾ. സ്വർഗം നമുക്കായി കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഭൂമിയിൽ പരിശുദ്ധാത്മാവ് നമ്മെ സ്വർഗത്തിനായിട്ട് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. Heaven is being prepared for us by the Lord Jesus Christ. And we are being prepared for heaven by the Holy Spirit. ഇങ്ങനെയുള്ള രണ്ട് ഒരുക്കങ്ങൾ നടക്കുകയാണ്. കർത്താവ് നമുക്കായി ഒരുക്കുന്നത് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത വിധം അത്രയ്ക്ക് ശ്രേഷ്ഠമേറിയതായിരിക്കും. ആ കാര്യം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വലിയ പ്രത്യാശയായിട്ട് വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. ഇങ്ങനെ നാം കർത്താവിൻ്റെ സന്നിധിയിൽ എടുക്കപ്പെടുമെന്ന് തെസ്സലോനിക്ക ലേഖനത്തിലും കൊരിന്ത്യ ലേഖനത്തിലും വ്യക്തമാക്കിയിരിക്കുന്നു. അല്പം മുമ്പ് ശിമോൻ പത്രോസ് കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, നീ എവിടേക്ക് പോകുന്നു? യോഹന്നാൻ 13:36. അപ്പോൾ കർത്താവിനോട് പറയുന്നു, ഞാൻ പോകുന്ന ഇടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു. കർത്താവ് എവിടെ നിന്ന് വന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും യഹൂദന്മാർ അറിയുന്നില്ല. കർത്താവ് പല പ്രാവശ്യം അവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവരാ കാര്യം ശ്രദ്ധിച്ചിട്ടില്ല. തൻ്റെ ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞു. ഒടുവിൽ കർത്താവ് ഇപ്പോൾ അവരോട് പറയുകയാണ്, ഞാൻ പോകുന്നു. അതുപോലെ യഹൂദന്മാരോടും കർത്താവ് പറഞ്ഞു, ഞാൻ പോകുന്നു, നിങ്ങൾ എന്നെ അന്വേഷിക്കും, നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും, ഞാൻ പോകുന്ന ഇടത്തേക്ക് നിങ്ങൾക്ക് വരുവാൻ കഴിയുകയില്ല. കർത്താവ് എവിടെ നിന്ന് വന്നു എന്ന് ഗ്രഹിക്കുന്നവർക്ക് മാത്രമേ അവൻ എവിടേക്ക് പോകുന്നു എന്ന് ഗ്രഹിക്കുവാനും കഴിയുകയുള്ളൂ. കർത്താവ് എവിടെ നിന്ന് വന്നു എന്ന കാര്യത്തിൽ യോഹന്നാൻ സ്നാപകൻ പോലും ഇടറിപ്പോയി എന്നാണ് നാം കാണുന്നത്. അല്പം മുമ്പേ പത്രോസ് ചോദിച്ചു, കർത്താവേ, നീ എവിടേക്ക് പോകുന്നു? ഇപ്പോൾ തോമസ് ചോദിക്കുകയാണ്, കർത്താവേ, നീ എവിടെ പോകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല.
പിന്നെ വഴി എങ്ങനെ അറിയും? സംശയമുള്ള ചോദ്യമാണ്. സംശയം നല്ലതാണ്. അതുകൊണ്ട് കാര്യങ്ങൾ ചോദിച്ചറിയുവാൻ കഴിയും, സംശയങ്ങൾ തീർത്ത് കിട്ടും. അതുകൊണ്ട് സംശയകരമായിരിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്നത് നല്ലതാണ്. തോമസ് ഈ ചോദ്യം ചോദിച്ചത് കൊണ്ടാണ് അനേകർക്കും ഈ കാര്യത്തിൻ്റെ സംശയങ്ങൾ തീർത്ത് ലഭിക്കാനിടയായി തീർന്നത്. ഇവിടെ തോമസ് എന്ന വാക്കിന് സംശയാലു എന്നല്ല അർത്ഥം, ഇരട്ട എന്നാണ്. ദിദീമോസ്. യാക്കോബ് എന്ന വാക്കിൻ്റെ അർത്ഥം ഉബായി എന്നല്ല, യാ അഖൂബ് എന്നാണ് ആ വാക്ക് എബ്രായ ഭാഷയിൽ. യാ എന്ന് പറഞ്ഞാൽ ദൈവം, അഖൂബ് എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കുന്നു, ദൈവം സംരക്ഷിക്കുന്നു, ഗോഡ് പ്രൊട്ടക്ട്സ് എന്നാണ്. ഇതുപോലെ യാഥാർത്ഥ്യങ്ങളെ പലരും തിരിച്ചറിയുന്നില്ല. തോമസിൻ്റെ അത്രയും വിശ്വാസം മറ്റ് ശിഷ്യന്മാർക്കുണ്ടായിരുന്നില്ല. ഉയർത്തെഴുന്നേറ്റ കർത്താവ് മറ്റ് ശിഷ്യന്മാർക്ക് ആദ്യം പ്രത്യക്ഷപ്പെടുമ്പോൾ അവർ സംശയിച്ചു. കർത്താവ് അവരെ കൈയും വിലാപ്പുറവും കാണിച്ചു കൊടുത്തു. അവര് ആ വിലാപ്പുറത്തും കയ്യിലുമൊക്കെ തപ്പി നോക്കി. എന്നിട്ട് അവർ വിശ്വസിച്ചില്ല. പിന്നീട് ചോദിച്ചു, ഇവിടെ തിന്നാൻ വല്ലതുമുണ്ടോ? അപ്പോൾ അവർ ഒരു കഷ്ണം വറുത്ത മീൻ അവന് കൊടുത്തു. അത് അവൻ വാങ്ങി അവരുടെ മുമ്പാകെ തിന്നു കാണിച്ചു. അങ്ങനെയാണ് അവർ വിശ്വസിച്ചത്. അവരാണ് പറയുന്നത് തോമസ് സംശയാലുവാണെന്ന്. എന്നാൽ 8 ദിവസം കഴിഞ്ഞ് തോമസ് കൂടെ ഉണ്ടായിരുന്നപ്പോൾ കർത്താവ് പ്രത്യക്ഷനായി. അപ്പോൾ കർത്താവ് തോമസിനോട്, നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എൻ്റെ കൈകളെ കാണുക, എൻ്റെ വിലാപ്പുറത്ത് നിന്റെ കൈ നീട്ടി ഇടുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ തോമസ് പറഞ്ഞ വാക്കാണ്, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ. അതിന് തത്തുല്യമായ ഒരു വാക്ക് വേറെ പറയുവാനില്ല. അവൻ കൈ നീട്ടി തൊട്ടു നോക്കുകയോ മറ്റെന്തെങ്കിലും ആവശ്യപ്പെടുകയോ ഒന്നും ചെയ്തില്ല. കൈയും അവന് വിശ്വസിച്ചു. കർത്താവിൻ്റെ വാക്കുകളിൽ അവൻ വിശ്വസിച്ചു. വഴി എങ്ങനെ അറിയും എന്ന തോമസിൻ്റെ ചോദ്യത്തിന് കർത്താവ് കൊടുത്ത മറുപടിയാണ്, ഞാൻ തന്നെ വഴി ആകുന്നു. ഐ ആം ദ വേ. എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായിട്ട് തീർന്നു എന്നാണ് നാം വായിക്കുന്നത്. ഇസ്രായേൽ വഴിതെറ്റി നടന്നു. നമ്മെ സംബന്ധിച്ചും വായിക്കുന്നു, മുമ്പേ നാം ബുദ്ധികെട്ടവരും അനുസരണമില്ലാത്തവരും വഴിതെറ്റി നടന്നവരുമായിരുന്നു. തീത്തോസ് 3:3. ചുറ്റിത്തിരിഞ്ഞ് വഴിയറിയാതെ നടക്കുന്ന സർവജനത്തോടുമുള്ള യേശുക്രിസ്തുവിൻ്റെ സന്ദേശമാണ്, ഞാൻ തന്നെ വഴിയാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലെത്തുന്നില്ല. മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട മറ്റൊരു നാമവും ഇല്ല. ഇത് പത്രോസ് പ്രസംഗിച്ചതാണ്. യേശു തൻ്റെ ദേഹമെന്ന തിരശ്ശീലയിൽ കൂടി നമുക്കൊരു ജീവനുള്ള പുതിയ വഴി തുറന്നു തന്നു. എബ്രായർ 10:19 വായിക്കുന്നു, ഈ പ്രത്യാശയുടെ സ്വീകാര്യം നാം മുറുകെ പിടിക്കണം. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ് എന്ന് നാം വായിക്കുന്നു. ജീവനുള്ള പുതുവഴിയായി അഥവാ യേശുക്രിസ്തു വഴിയായി മാത്രമേ നമുക്ക് പിതാവിൻ്റെ സന്നിധിയിലെത്തുവാൻ കഴിയുകയുള്ളൂ. അവൻ വഴി മാത്രമല്ല, കർത്താവ് പറഞ്ഞത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. ഞാൻ തന്നെ വഴി, ഞാൻ തന്നെ വഴി, ഞാൻ തന്നെ സത്യം. ഐ ആം ദ ട്രൂത്ത്. ഞാൻ സത്യമാകുന്നുവെന്ന് യേശുക്രിസ്തു പ്രസ്താവിച്ചു. സത്യത്തെ പഠിപ്പിക്കുന്ന ഗുരു മാത്രമല്ല, സത്യത്തിൻ്റെ മൂർത്തീഭാവമാണ് കർത്താവായ യേശുക്രിസ്തു. സത്യമെന്നത് ചോദ്യം ചെയ്യപ്പെടുവാൻ കഴിയാത്ത ഒരു സിദ്ധാന്തമാണ്. സത്യമെന്ന് പറഞ്ഞാൽ അതിനെ ആർക്കും ചോദ്യം ചെയ്യുവാൻ കഴിയുന്നതല്ല. സത്യത്തെ ട്രൂത്ത് ഈസ് എ ഡോഗ്മാറ്റിക് സ്റ്റേറ്റ്മെൻ്റ് ആണ്. സത്യം എന്നത് ആർക്കും ഇല്ലാതാക്കുവാനോ
മാറ്റുവാനോ മറിക്കുവാനോ കഴിയുകയില്ല. 2+2 = 4. അത് 2 + 2 എന്നുള്ളത് 4 എന്നല്ലാതെ അത് 3 5 ആക്കുവാനായിട്ട് ആർക്കും കഴിയുകയില്ല. അത് ചോദ്യം ചെയ്യപ്പെടാത്ത സിദ്ധാന്തമാണ്. ആർക്കും മാറ്റുവാനോ മറിക്കുവാനോ ചെയ്യുവാൻ കഴിയുകയില്ല. ഞാൻ തന്നെ സത്യം എന്നാണ് കർത്താവ് പറഞ്ഞത്. ദൈവം സത്യമാകുന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. ദൈവം സത്യമാകുന്നു. പീലാത്തോസ് യേശുവിനോട് എന്നാൽ നീ രാജാവ് തന്നെയോ എന്ന് പറഞ്ഞതിന് യേശു നീ പറഞ്ഞതുപോലെ തന്നെ ഞാൻ രാജാവ് തന്നെ. പിന്നീട് പറഞ്ഞത് സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് ഞാൻ ജനിച്ചു, അതിനായിട്ട് ലോകത്തിൽ വന്നുമിരിക്കുന്നു. സത്യതൽപരരായവർ എല്ലാവരും എൻ്റെ വാക്ക് കേൾക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. എന്നാൽ പീലാത്തോസ് അത് ഗ്രഹിച്ചില്ല. സത്യമെന്നാൽ എന്ത് എന്നാണ് പീലാത്തോസ് പറഞ്ഞത്. യേശുക്രിസ്തു ഭൂരാജാക്കന്മാർക്ക് അധിപതിയാകുന്നു. എന്നാൽ അവൻ ഇപ്പോൾ വന്നിരിക്കുന്നത്, പീലാത്തോസിന്റെ മുമ്പിൽ പറഞ്ഞത്, സത്യത്തിന് സാക്ഷ്യം നിൽക്കാൻ വന്നതാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വിശ്വസ്ത സാക്ഷിയാണ്. വെളിപ്പാട് 1:5 അത് വായിക്കുന്നുണ്ട്. സത്യമെന്നാൽ കർത്താവ് പറഞ്ഞത് പിതാവായ ദൈവത്തെക്കുറിച്ചാണ്. ആ സത്യത്തിന്, പിതാവിന് സാക്ഷ്യം നിൽക്കുവാൻ വന്നവനാണ്. പിതാവിനെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പ്രവാചകന്മാർ ഭാഗം ഭാഗമായിട്ട് പിതാക്കന്മാരോട് പറഞ്ഞിട്ടും ആരാണ് പിതാവ്, യഥാർത്ഥ ദൈവം ആരാണെന്ന് അവർക്ക് മനസ്സിലായില്ല. എന്നാൽ പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠനായ കർത്താവായ യേശുക്രിസ്തു ദൈവപുത്രൻ, അവൻ ലോകത്തിൽ വന്നു. എന്തിനായിട്ട്? ദൈവത്തിൻ്റെ വിശ്വസ്ത സാക്ഷിയായി ദൈവത്തെ മനുഷ്യന് വെളിപ്പെടുത്തുവാൻ. അവൻ ഭൂരാജാക്കന്മാർക്ക് അധിപതിയും മരിച്ചവരിൽ ആദ്യജാതനുമാകുന്നു എന്ന് നാം വായിക്കുന്നു. വിശ്വസ്ത സാക്ഷിയാണ്, ഭൂരാജാക്കന്മാർക്ക് അധിപതിയാണ്, മരിച്ചവരിൽ ആദ്യജാതനാണ്. ഇതിനെക്കുറിച്ച് പ്രവചനമുണ്ട്. എന്താണ് ആ പ്രവചനം? സങ്കീർത്തനത്തിൽ വായിക്കുന്നത്, ഞാൻ അവനെ ആദ്യജാതനും ഭൂരാജാക്കന്മാരിൽ ശ്രേഷ്ഠനും ആക്കും. സങ്കീർത്തനം 89:27. കർത്താവായ യേശുക്രിസ്തു പിതാവായ ദൈവത്തെ വെളിപ്പെടുത്തുന്ന വിശ്വസ്ത സാക്ഷിയാണ്. ലവോദിക്ക സഭയോട് പറയുന്നത്, വിശ്വസ്ത സാക്ഷിയും സത്യവാനും ആമേൻ എന്നുള്ളവനും അരുളി ചെയ്യുന്നു. വെളിപ്പാട് 3:14. യേശുക്രിസ്തു സത്യത്തിൻ്റെ വിശ്വസ്ത സാക്ഷിയാണ്. സത്യം തന്നെയാണ് അവൻ. പരിശുദ്ധാത്മാവ് സത്യമാകുന്നു എന്ന് നാം കാണുന്നുണ്ട്. നാം വായിക്കുന്നുണ്ടല്ലോ 1 യോഹന്നാൻ 5:7, ആത്മാവ് സത്യമല്ലോ എന്ന് വായിക്കുന്നു. പരിശുദ്ധാത്മാവിനെ സത്യത്തിൻ്റെ ആത്മാവ് എന്ന് വിളിച്ചിരിക്കുന്നു. യോഹന്നാൻ 14:13 സത്യത്തിൻ്റെ ആത്മാവെന്ന് പറയുമ്പോൾ ദൈവം സത്യമാകുന്നു. ആ ദൈവത്തിൻ്റെ ആത്മാവ് സത്യമാകുന്നു. അത് സത്യാത്മാവാണ്. മൂന്നാമത്, യേശുക്രിസ്തു സത്യമാകുന്നു. അപ്പോൾ പിതാവ് സത്യമാണ്, പരിശുദ്ധാത്മാവ് സത്യമാണ്, യേശുക്രിസ്തുവും സത്യമാണ്. ഞാൻ സത്യമാകുന്നു എന്ന് യേശുക്രിസ്തു പ്രഖ്യാപിച്ചു. അവൻ കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അപ്പോൾ പിതാവ് സത്യമാണ്, പുത്രൻ സത്യമാണ്, പരിശുദ്ധാത്മാവ് സത്യമാണ്. യേശുക്രിസ്തു ദൈവത്തിൻ്റെ സത്യമാകുന്നു. ദൈവത്തിൻ്റെ സത്യത്തെ അവർ വ്യാജമാക്കി കളഞ്ഞു എന്നാണ് റോമർ 1:25 വായിക്കുന്നത്. ദൈവത്തിൻ്റെയും യേശുക്രിസ്തുവിൻ്റെയും ആത്മാവാകുന്നു സത്യത്തിൻ്റെ ആത്മാവായ പരിശുദ്ധാത്മാവ്. അപ്പോൾ ഞാൻ തന്നെ സത്യം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു ദൈവമാകുന്നു എന്നാണ്. പിതാവ് സത്യമാകുന്നു, പരിശുദ്ധാത്മാവ് സത്യമാകുന്നു, യേശുക്രിസ്തു സത്യമാകുന്നു. ഇനിയും നാലാമത്, ദൈവവചനത്തെക്കുറിച്ചും പറയുന്നുണ്ട്, അത് സത്യമാണെന്ന്. സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമല്ലോ. യോഹന്നാൻ 17:7 ഇത് കർത്താവ് പറയുന്നതാണ്. അപ്പോൾ ദൈവവചനം സത്യമാണ്.
ആ ദൈവവചനത്താലാണ് ദൈവം നമ്മെ ശുദ്ധീകരിക്കുന്നത്. ഞാനിപ്പോൾ സംസാരിച്ച വചനം നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. യോഹന്നാൻ 15:3 വായിക്കുന്നു. ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെ സംബന്ധിച്ച് പറയുന്നത് അത് സകല വചനങ്ങളും സത്യമാകുന്നു. സങ്കീർത്തനം 119 142 160 കാണാം. അപ്പോൾ ദൈവവചനം അനുസരിക്കുന്നവർ സത്യത്തെ സ്നേഹിക്കുന്നവരാകുന്നു. ഞാൻ തന്നെ സത്യമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ദൈവവചനവും സത്യമാകുന്നു. സത്യത്തിനൊരു നാളവും മാറ്റമില്ല. ഇന്നലെയും ഇന്നും എന്നേക്കും അത് സത്യമായിട്ട് തന്നെ നിലകൊള്ളുന്നു. അതാണ് ദൈവത്തെക്കുറിച്ചും വായിക്കുന്നത്. അവൻ എന്നേക്കും അനന്യനാകുന്നു. കർത്താവായ യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായിരിക്കുന്നു എന്ന് നാം വായിക്കുന്നു. പിതാവായ ദൈവം അനന്യനായിരിക്കുന്നു എന്ന് വായിക്കുന്നു. 102 സങ്കീർത്തനം 27 വാക്യം. ദൈവവചനത്തിന് ഒരു നാളും മാറ്റമില്ല എന്ന് നാം വായിക്കുന്നു. മത്തായി 5:18. ഈ സത്യം അഥവാ ക്രിസ്തു നമ്മിലിരിക്കുന്നു. നമ്മിൽ വസിക്കുന്നതും നമ്മിൽ എന്നേക്കും ഇരിക്കുന്നതുമായ സത്യം നിമിത്തം 2 യോഹന്നാൻ 1 വായിക്കുന്നു. സത്യത്തെ അറിഞ്ഞിരിക്കുന്നവരും സത്യത്തെ സ്നേഹിക്കുന്നവരും എന്ന് പറഞ്ഞിരിക്കുന്നു. അത് യേശുക്രിസ്തുവിനെ സംബന്ധിച്ചാണ്. ഈ സത്യം അഥവാ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മിൽ ഇരിക്കുന്നു. കൊലോസ്യർ 1:27. അപ്പോൾ സത്യം നമ്മിലിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു നമ്മിലിരിക്കുന്നു. നമുക്ക് ലഭിച്ചിരിക്കുന്ന രക്ഷ അത് നമുക്ക് സത്യത്താൽ ലഭിച്ചതാണ്. കർത്താവ് യഹൂദന്മാരോട് പറഞ്ഞത് സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ, ആദ്യം പറഞ്ഞത് സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. അടുത്ത വാചകമാണ് പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും എന്ന് പറഞ്ഞാൽ സത്യം അതാണ് ഞാൻ എന്നാണ് കർത്താവ് പറഞ്ഞത്. സത്യത്തിൻ്റെ വചനത്താൽ അവരെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു എന്ന് യാക്കോബ് എഴുതിയിരിക്കുന്നു. സത്യത്തിൻ്റെ വചനം, ദൈവവചനം, സകല മനുഷ്യരും രക്ഷ പ്രാപിക്കുവാനും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലെത്തുവാനും അഥവാ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലെത്തുവാനും ദൈവം ഇച്ഛിക്കുന്നു. 1 തീമോഥെയോസ് 2:4. സത്യത്തെ സ്നേഹിക്കാത്തത് കൊണ്ട്, അതായത് ക്രിസ്തുവിനെ സ്നേഹിക്കാത്തത് കൊണ്ട് ജനം നശിച്ചു പോകുന്നു. 2 തെസ്സലോനിക്കർ 2:10-11. സത്യത്തെ സ്നേഹിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവനും ന്യായവിധി വരും. സത്യം, ഇവിടെ എല്ലാം സത്യമെന്നുള്ളത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കാണിക്കുകയാണ്. നാം ആ സത്യത്തിൽ നടക്കേണ്ടതാണ്. യോഹന്നാൻ പറഞ്ഞത് എൻ്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം വേറെ എനിക്കില്ല എന്നാണ്. 3 യോഹന്നാൻ 4. ക്രിസ്തുവിനെ അനുസരിച്ച് നടക്കുന്ന നടപ്പിനെയാണ് ഈ നടപ്പ് കാണിക്കുന്നത്. നാം സത്യത്തിന് കൂട്ടുവേലക്കാരാണ് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന് കൂട്ടുവേലക്കാരാണ്. 3 യോഹന്നാൻ 8 അത് പറയുന്നു. ഞങ്ങൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാർ. 1 കൊരിന്ത്യർ 3:9. യേശുക്രിസ്തുവിൽ സത്യമുള്ളതുപോലെ നിങ്ങൾ അവനെക്കുറിച്ച് കേട്ടിട്ട് അവൻ്റെ ഉപദേശം ലഭിച്ചിരിക്കുന്നു. എഫേസ്യർ 4:20. അതായത് പൂർണ്ണ മനുഷ്യനായ യേശുക്രിസ്തുവിൽ സത്യമുള്ളതുപോലെ, പൂർണ്ണ ദൈവത്വമുള്ളതുപോലെ അവൻ്റെ ഉപദേശം ദൈവത്തിൻ്റെ ഉപദേശമായി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു എന്നാണ്. അവൻ്റെ ഉപദേശം സത്യമാണ്. യഹോവേ, നിന്റെ വഴി എനിക്ക് കാണിച്ചു തരണമേ, എന്നാൽ ഞാൻ നിന്റെ സത്യത്തിൽ നടക്കും. 86 സങ്കീർത്തനം 11 വാക്യം. വഴി കർത്താവാണ്. കർത്താവിനെ കണ്ടെത്തുവാൻ സത്യത്തിൽ നടക്കണം. സത്യത്തിൽ നടക്കുന്നവർക്ക് മാത്രമേ യഥാർത്ഥ വഴി ഏതാണെന്നറിയുകയുള്ളൂ. അപ്പോൾ വഴിയും സത്യവും ജീവനുമാണ് കർത്താവ്.
ഒടുവിലായിട്ട് കർത്താവ് പറഞ്ഞത്, ഞാൻ തന്നെയാണ് ജീവൻ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. കർത്താവ് പറഞ്ഞ മൂന്നാമത്തെ വസ്തുതയാണ് യേശു ക്രിസ്തു തന്നെ ജീവനാകുന്നു എന്ന്. നാം വായിക്കുന്നത് എന്താണ്? ജീവൻ പ്രത്യക്ഷപ്പെട്ടു, ജീവൻ പ്രത്യക്ഷമായി എന്നാണ് നാം വായിക്കുന്നത്. ഞങ്ങൾക്ക് പ്രത്യക്ഷമായ ജീവനെ നിങ്ങളോട് അറിയിക്കുന്നു എന്നാണ് 1 യോഹന്നാൻ 1:2. ജീവനെ ഒരു വ്യക്തിയായിട്ട്, ഒരു വ്യക്തിത്വം നൽകി പ്രദർശിപ്പിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ കൈ തൊട്ടതും ഞങ്ങൾ കേട്ടതും ഞങ്ങളുടെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ആയ ജീവന്റെ വചനം, അതൊരു വ്യക്തിയാണ്. അത് കർത്താവായ യേശു ക്രിസ്തു. ആ കർത്താവായ യേശു ക്രിസ്തു, ഈ ക്രിസ്തുവിനെ പ്രസംഗിച്ച അപ്പോസ്തലന്മാരെ മഹാപുരോഹിതനും സാദൂക്യരും ചേർന്ന് പിടിച്ച് പൊതുതടവിലാക്കി. എന്നാൽ രാത്രിയിൽ ദൂതൻ വന്ന് അവരെ കാരാഗൃഹത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. അവരോട് പറഞ്ഞത് എന്താണ്? നിങ്ങൾ ദേവാലയത്തിൽ ചെന്ന് ഈ ജീവന്റെ വചനം എല്ലാ ജനത്തോടും പ്രസ്താവിക്കുക എന്ന് പറഞ്ഞു. ജീവന്റെ വചനം പ്രസംഗിക്കണം. എന്താണ് ഈ ജീവന്റെ വചനം? അത് കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. അവനെക്കുറിച്ച് പ്രസംഗിക്കണം. അവൻ ജീവനാണ്. ആ ജീവന്റെ വചനം പ്രസംഗിക്കണം. അവനിൽ നിത്യജീവനുണ്ട്. അവനാണ് നിത്യജീവൻ തരുന്നത്. അവൻ ജീവനായകനാണ്. മരിച്ചവരിൽ നിന്ന് ആദ്യജാതനാണ്, അതായത് ഉയർത്തെഴുന്നേറ്റവനാണ്. ഇവിടെ യേശു ക്രിസ്തു ജീവനാകുന്നു, വചനമാകുന്നു, വെളിച്ചമാകുന്നു, ദൈവമാകുന്നു എന്നൊക്കെ നാം വായിക്കുന്നു. വചനം ദൈവമായിരുന്നു, അവനിൽ വെളിച്ചമുണ്ടായിരുന്നു, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. പുത്രനിൽ തന്നിൽ തന്നെ ജീവനുണ്ട് എന്ന് നാം വായിക്കുന്നു. യോഹന്നാൻ തൻ്റെ സുവിശേഷം എഴുതിയതിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതിങ്ങനെയാണ്: ദൈവപുത്രനിൽ വിശ്വസിച്ചിട്ട് നിങ്ങൾക്ക് ജീവനുണ്ടാകുവാൻ ഇത് എഴുതിയിരിക്കുന്നു. യോഹന്നാൻ 20:31. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ദൈവകൃപ ലഭിക്കുന്നവൻ അവന് യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ജീവനിൽ വാഴും എന്ന് നാം വായിക്കുന്നു. ഒടുക്കത്തെ ആദാമാണ് യേശുക്രിസ്തു. അവൻ ജീവിപ്പിക്കുന്ന ആത്മാവാണ്. ഒന്നാമത്തെ ആദാമാണ് ജീവൻ ഉള്ളവനായി തീർന്നത്. അവന് ജീവൻ ലഭിച്ചതാണ്. എന്നാൽ ഒടുക്കത്തെ ആദാമാകട്ടെ ജീവൻ കൊടുക്കുന്നവനാണ്. അവൻ ജീവിപ്പിക്കുന്ന ആത്മാവാണ്. യേശുക്രിസ്തു ജീവനുള്ള ദൈവമാകുന്നു. ജീവനുള്ള ദൈവത്തിൻ്റെ സഭയായ ദേവാലയം എന്നാണ് നാം വായിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തു പറഞ്ഞത് താൻ ജീവനാകുന്നു എന്നാണ്. നമ്മുടെ ജീവനായ ക്രിസ്തു എന്നാണ് നമ്മൾ വായിക്കുന്നത്. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ എന്നാണ്. നാം അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. കൊലോസ്യർ 3:4. യേശുക്രിസ്തു നമുക്ക് തന്നിരിക്കുന്ന പ്രത്യാശ എന്ന് പറയുന്നത്, അതിനെ ജീവനുള്ള പ്രത്യാശ എന്നാണ് വിളിക്കുന്നത്. 1 പത്രോസ് 1:3. വിശ്വാസികൾ ഓരോരുത്തരും ദൈവസഭയാകുന്ന ദേവാലയത്തിലെ ജീവനുള്ള കല്ലുകളാണ്. ആ ജീവൻ നമുക്ക് ലഭിച്ചത് ജീവനുള്ള കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ ചെന്നതുകൊണ്ടാണ്. കർത്താവ് താൻ തന്നെ പറഞ്ഞു, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. പുത്രനുള്ളവന് ജീവനുണ്ട്, പുത്രനില്ലാത്തവനോ ജീവനെ കാണുകയില്ല എന്ന് നാം വായിക്കുന്നു. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കുന്നു എന്നാണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്. ദൈവപുത്രനിലുള്ള ജീവനാണ് നമുക്ക് തന്നിരിക്കുന്നത്. ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട്, അതുകൊണ്ട് നാം ജ്യോതിസുകളെ പോലെ ഈ ലോകത്തിൽ പ്രകാശിക്കുന്നു എന്നാണ്. കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ എന്നാ എഴുതിയിരിക്കുന്നത്. കുഞ്ഞാടിൻ്റെ പുസ്തകത്തിൻ്റെ പേര് തന്നെ ജീവപുസ്തകം എന്നാണ്. അതിലാണ് നമ്മുടെ പേരുകൾ എഴുതിയിരിക്കുന്നത്. നമുക്ക് ലഭിച്ചിരിക്കുന്ന രക്ഷ
ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ ആകുന്നു എന്ന് നാം വായിക്കുന്നു. എബ്രായർ 10:39. ആകയാൽ ജീവന്റെ കൃപയ്ക്ക് നാം കൂട്ടവകാശികളാകുന്നു. ജീവന്റെ കൃപ, യേശുക്രിസ്തുവിന്റെ കൃപ. 1 പത്രോസ് 3:7. ഇങ്ങനെ വേദപുസ്തകം ഉടനീളം യേശുക്രിസ്തു ജീവനാകുന്നു, അവൻ തന്നെ വഴിയും സത്യവുമാകുന്നു എന്ന് നാം കാണുന്നുണ്ട്. യേശുക്രിസ്തുവിൻ്റെ വാഴ്ചയിൽ യെരുശലേമിൽ നിന്ന് ജീവനുള്ള നദി ഒഴുകും. ജീവവൃക്ഷം അവിടെ ഉണ്ട്. ജീവവൃക്ഷത്തിൻ്റെ ഫലമെന്ന് ഭുജിക്കും. ദൈവം മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവമാകുന്നു. എല്ലാവരും ഉയർത്തെഴുന്നേൽക്കണം. എല്ലാവരെയും ഉയർപ്പിക്കുന്നത് യേശുക്രിസ്തുവാണ് എന്ന് നാം വായിക്കുന്നു. ഉയർപ്പിക്കണമെങ്കിൽ ദൈവത്തിൽ നിന്നും ജീവശ്വാസം അവരിലേക്ക് വരണം. ക്രിസ്തുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ജീവനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നാം ഇന്ന് ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റ് ജീവന്റെ പുതുക്കത്തിൽ നടക്കുന്നവരാണ്. അവൻ ജീവന്റെ ഉടയവൻ, ജീവൻ നൽകുന്നവൻ. ആ ജീവനാണ് പ്രത്യക്ഷനായത് എന്ന് നാം വായിക്കുന്നു. അതുകൊണ്ട് പൗലോസ് പറയുന്നു, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. ഇങ്ങനെ നിങ്ങൾ എന്നെ അറിയുന്നുവെങ്കിൽ, അതായത് കർത്താവ് പറയുന്ന വാക്കാണ്, ഇങ്ങനെ നിങ്ങൾ എന്നെ അറിയുന്നുവെങ്കിൽ, എങ്ങനെ? ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നു എങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു. ഇന്നു മുതൽ നിങ്ങൾ അവനെ അറിഞ്ഞും കണ്ടും ഇരിക്കുന്നു. ഇപ്പോഴോ നിങ്ങൾ അവനെ കണ്ടിരിക്കുന്നു എന്നാണ്. ഫിലിപ്പോസ് ചോദിച്ചു, കർത്താവേ, പിതാവിനെ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരണമെന്ന്, അത് മതി. അതിനുത്തരം പറഞ്ഞാണ്, ഞാനും പിതാവും ഒന്നാകുന്നു എന്നാണ്. ദൈവം ആത്മരൂപിയാണ്. ദൈവത്തെ ആർക്കും ഒരിക്കലും കാണുവാൻ കഴിയുന്നതല്ല. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ആത്മരൂപത്തിലിരിക്കുന്ന ഏകദൈവമാകുന്നു. ദൈവം ആത്മാവാകുന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. യോഹന്നാൻ 4:24. കർത്താവ് ആത്മാവാകുന്നു, അഥവാ യേശുക്രിസ്തു ആത്മാവാകുന്നു. 2 കൊരിന്ത്യർ 3:17. പരിശുദ്ധാത്മാവ് ആത്മാവാകുന്നു എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. ഈ ദൈവത്തോടുള്ള സമത്വം, പിതാവായ ദൈവം ആത്മാവ്, പുത്രൻ ആത്മാവ്, പരിശുദ്ധാത്മാവ് ആത്മാവ്, ഇങ്ങനെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ആ ആത്മരൂപം വിട്ടിട്ട് കർത്താവായ യേശുക്രിസ്തു മനുഷ്യരൂപത്തിലെ ദാസരൂപമെടുത്ത് ലോകത്തിലേക്ക് വന്നു. അതുകൊണ്ടാണ് നാം അവനെ കാണുന്നത്. അതുകൊണ്ടാണ് നാം ദൈവത്തെ കാണുന്നത്. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. പിതാവിനോട് കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. 1 യോഹന്നാൻ 1:2. ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാകുന്നു എന്ന് കർത്താവ് പറഞ്ഞു. ഒരേ ഒരു വഴിയേ ഉള്ളൂ, അത് കർത്താവായ യേശുക്രിസ്തുവാണ്. പിതാവായ ദൈവം സത്യമാകുന്നു, യേശുക്രിസ്തു സത്യമാകുന്നു, പരിശുദ്ധാത്മാവ് സത്യമാകുന്നു, ദൈവവചനം സത്യമാകുന്നു. ഇതല്ലാതെ വേറെ സത്യമില്ല. യേശുക്രിസ്തു ജീവനാകുന്നു. പുത്രനിൽ വിശ്വസിക്കുന്നവന് ആ ജീവനുണ്ട്. ഇപ്രകാരം ഒരുവൻ മാത്രമേ ഉള്ളൂ, യേശുക്രിസ്തു. അവൻ വഴിയും സത്യവും ജീവനുമായി അറിയുന്നെങ്കിൽ അവനെ കുറിച്ചാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ എന്നെ അറിയുന്നു എങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു. ഇന്നു മുതൽ ഇത് ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ അവനെ അറിയുന്നു, അവനെ കണ്ടുമിരിക്കുന്നു. അതുകൊണ്ട് അപ്പോസ്തലനായ യോഹന്നാൻ പറയുന്നു, ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനോടും ആകുന്നു. നമുക്കും അങ്ങനെ പറയാം. നമ്മുടെ കൂട്ടായ്മ പിതാവായ ദൈവത്തോടും അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനോടും ആകുന്നു എന്ന്. മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമം
എന്നുമെന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. സ്വർഗത്തിലേക്കുള്ള ഏക ജീവനുള്ള പുതുവഴി യേശുക്രിസ്തു മാത്രം ആകുന്നു. സ്വർഗത്താദഗേഹം പോകുവാൻ നവജീവമാർഗം സർഗമാക്കി തന്ന നാഥനെ, വഴിയും സത്യവും ജീവനും നീ മൊഴിഞ്ഞതു നിത്യസത്യമത്രേ. വഴിയും സത്യവും ജീവനും നീ മൊഴിഞ്ഞതു നിത്യസത്യമത്രേ. അഴലാതുള്ളൊരു ഏകമാർഗം പഴുതില്ലതിൽ തൊഴുന്നു പാദം. സത്യദൈവം നിത്യജീവനാം കർത്തനേശുനാമം സ്തുത്യമാത്രേ നിത്യകാലവും. വഴിയും സത്യവും ജീവനുമായിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.